വളരെ ചിട്ടയായ തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് BJP നടത്തിയത്. BJP തന്നെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി. BJPക്ക് വോട്ട് ചെയ്ത മുഴുവൻ ആളുകളെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിച്ചുവെന്നാണ്. 4-5 തവണ വീടുകൾ കയറിയുള്ള ക്യാമ്പയിനാണ് BJP ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയത്. അതും ജില്ലാ പ്രസിഡന്റുമാരും ജില്ലാ വൈസ് പ്രസിഡന്റുമാരും ജില്ലാ ഭാരവാഹികളും അടക്കം കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അതെല്ലാം ഫലം കണ്ടുവെന്ന ആത്മവിശ്വാസമാണ് C. കൃഷ്ണകുമാറിനും ഹരിദാസിനും ഉള്ളത്. പറഞ്ഞൊരു കാര്യമുണ്ട്. കൃഷ്ണകുമാർ ഇപ്പൊ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ പിരായിരിയിൽ 10% വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. പിരായിരി പഞ്ചായത്തിൽ 10% ലെസ് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായി UDF-ന് തിരിച്ചടിയാവും. അപ്പോൾ ആ കാൽക്കുലേഷനാണ്. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവരുദ്ദേശിച്ച വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് ത്രെട്ടായിരിക്കുന്ന ഏറ്റവും വലിയ ത്രെട്ടായിരിക്കുന്ന പിരാരിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ വെൻ കമ്പയറിംഗ് വിത്ത് ലാസ്റ്റ് ഇലക്ഷൻ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ അവരുടെ സാധ്യതയെ വളരെ ശക്തമായി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റീസൺ എന്നായിട്ട് അങ്ങനെയാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത്. കൃഷ്ണകുമാറിൻ്റെ അരിത്മെറ്റിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാൽക്കുലേഷനാണ്. അതാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയും പിരായിരിയും തമ്മിലായിരുന്നു വലിയ മത്സരം പോളിംഗിന്റെ കാര്യത്തിൽ. പിരായിരിയിൽ കഴിഞ്ഞ തവണ 2021 UDF-ന് കിട്ടിയത് 12,815 വോട്ടാണ്. മാത്രം കഴിഞ്ഞ 6000 വോട്ടിന്റെ വ്യത്യാസമാണ്. അതായത് അങ്ങനല്ല, BJPക്കും CPM-നും കൂടി മൊത്തം കിട്ടിയത് 12,000. അതേസമയം കോൺഗ്രസിന് ഒറ്റയ്ക്ക് കിട്ടിയത് 12,000. ആ 6000 വോട്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയ ശ്രീധരന്റെ 6000 വോട്ടിനെ റദ്ദാക്കി കളഞ്ഞത്. അതിനുശേഷം പിന്നെ കണ്ണാടിയിലേക്കും മാത്തൂരിലേക്കും വരുമ്പോഴത്തേക്കും 2500-ന്റെയും 1400-ന്റെയും ലീഡ് വന്നു. പിരായിരിയിൽ 26,000 കഴിഞ്ഞ തവണ പോൾ ചെയ്തത്. 10% കുറവെന്ന് പറഞ്ഞാൽ 2,600 3000 വോട്ടുകൾ കുറഞ്ഞുവെന്നാണ്. അത് വലിയ കുറവാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ പ്രശ്നം അറിയാമോ? അതാ ഞാൻ പറഞ്ഞത്. പിരാരി ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, പിരായിരിയിൽ ഈ പറയുന്ന 6000 വോട്ടെന്നുള്ളത് വിഭജിച്ചു പോവുകയാണ് എങ്കിൽ ബിറ്റ്വീൻ LDF ആൻഡ് UDF, അതെ, അങ്ങനെ വിഭജിച്ചു പോവുകയാണെങ്കിൽ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിൽക്കുന്ന ലീഡില്ലേ 6000-ന്റെ, ആ ലീഡ് 3000-ആയിട്ട് നിൽക്കും. അത് ലെസ് ആവില്ല, അപ്പൊ താഴത്തേക്ക് പോവില്ല. പിന്നെ ഈ കിട്ടുന്ന കണ്ണാടിയിൽ നിന്നും പിന്നെ മാത്തൂരിൽ നിന്നൊക്കെ കിട്ടുന്ന വോട്ടുകൾ കൂടി ചേർക്കുമ്പം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3000 വോട്ട് പിന്നെ പിരായിരിയിൽ പോൾ ചെയ്യപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ പിന്നെ 853 UDF-ന്റെ ലീഡെന്ന് ഓർത്തു. അല്ലേ? പിന്നെ 6388-ൽ നിന്നും 800 അല്ലല്ല, അവിടെ കിട്ടിയത്. അതെ അവിടെ കിട്ടിയത്. അത് 6000-ൽ നിന്ന് 388-ലേക്ക് മാറും. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ടിന്റെ ലീഡിൽ നിന്ന് 497-ലേക്കാണ് BJP വന്നത്, കൃഷ്ണകുമാർ വന്നത്, അല്ലെ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ. അപ്പൊ പിരായിരിയിൽ ഇതുപോലൊരു ഡിഫറൻസ് വരികയാണെങ്കിൽ അതേ അവസ്ഥ രാഹുലിന് വരും. കാരണം വെച്ചാൽ 6000 വോട്ടിന്റെ ലീഡിൽ നിന്ന് ഇത്രയും കുറയുകയാണെങ്കിൽ 850. അതേസമയം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP 70 കടക്കാൻ സാധ്യതയുണ്ട്. 70 കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഹിന്റാണ് വരുന്നത്. അതായത് 150,000 1,50,000 3 മുന്നണികളും സ്വപ്നം കണ്ടത്.